ഒരു നല്ല പേജ് ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? ലെറ്റ് സപ്പോസ് ഞാൻ ഒരു പേജ് ഉണ്ടാക്കാണ്, മാർക്കറ്റേഴ്സ് ഡയറി എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ഉണ്ടാക്കാൻ. സോ ഫസ്റ്റ് തിങ് ഇസ് യു നീഡ് ടു ഗിവ് എ പ്രോപ്പർ നെയിം, ഒരു പ്രോപ്പർ ആയിട്ടുള്ള നെയിം ആ പേജിന് കൊടുക്കണം. അടുത്തത് കാറ്റഗറി ആഡ് ചെയ്യണം. നിങ്ങളെ പേജ് ഏത് കാറ്റഗറീൻ്റെ ഉള്ളിലാണ് വരുന്നത്? നിങ്ങളിപ്പോൾ മാർക്കറ്റേഴ്സ് ഡയറി എന്ന് അവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വരണം എന്നില്ല. അപ്പം നിങ്ങൾ അതിൽ അഡ്വർടൈസിങ്, ഞാനിപ്പോൾ അഡ്വർടൈസിങ് ടോപ്പിക്കിനാണ് പറയുന്നത്, പിന്നെ ആർട്ടിസ്റ്റാണ്, ക്രിയേറ്ററാണ്, അങ്ങനെയുള്ള കാറ്റഗറി ഓൾറെഡി അവിടെ പിന്നെ കാറ്റഗറീസ് ഉണ്ടാവും. ആ കാറ്റഗറിയിൽ നിങ്ങളെ പേജിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാറ്റഗറി ചൂസ് ചെയ്യാം. മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷോർട്ടായിട്ട് ക്രിസ്പായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വലിയ ഡിസ്ക്രിപ്ഷൻ ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ മാർക്കറ്റിംഗ് ടിപ്സ് എവറി വെനസ്ഡേ, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പോഡ്കാസ്റ്റ് എവറി വെനസ്ഡേ, അല്ലെങ്കിൽ എന്ത് നിങ്ങൾ ഫോളോ ചെയ്യണം, എന്ത് ടൈപ്പ് ഓഫ് കോണ്ടന്റ് ആണ്, എന്ത് വാല്യൂ ആണ് നിങ്ങൾ കൊടുക്കുക, അങ്ങനെ എന്താണോ ഉള്ളത് ഷോർട്ടായിട്ട് ക്രിസ്പായിട്ട് സിമ്പിൾ ലാംഗ്വേജിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് കവർ ഫോട്ടോ ആൻഡ് പ്രൊഫൈൽ പിക്ചർ. കവർ ഫോട്ടോവും പ്രൊഫൈൽ പിക്ചർ കൊടുക്കുമ്പോഴേക്കും അതിൻ്റെ റേഷ്യോ നോക്കാം. നിങ്ങളെ ബ്രാൻഡ്, ഒന്നെങ്കിൽ നിങ്ങളെ പ്രൊഫൈൽ പിക്ചർ കൊടുക്കാം, പ്രോപ്പറായിട്ടുള്ള ഹെഡ് ഷോട്ടാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ ഇനി ബ്രാൻഡ് ആണെങ്കിൽ ബ്രാൻഡിൻ്റെ ലോഗോ പ്രോപ്പറായിട്ട് കൊടുക്കാം. കവർ ഇമേജിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി, നിങ്ങളുടെ ടാഗ് ലൈന്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് യൂസർ നെയിം ആഡ് ചെയ്യുക എന്നുള്ളത്. ഫേസ്ബുക്കിന് വേണ്ടി ഒരു യൂസർ നെയിം ആഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ യൂസർ നെയിം ആഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടൂളിലേക്ക് പോകാം. namecheck.com എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട്, വെബ്സൈറ്റ് ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ യൂസർ നെയിം കൊടുത്ത് ഫേസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫേസ്ബുക്കിൽ ഈ യൂസർ നെയിം അവൈലബിൾ ആണോ അല്ലേ എന്ന് മനസ്സിലാവും. അവിടെ നിന്ന് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്ന ഒരു യൂസർ നെയിം എടുത്തിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. മേജർലി ഇപ്പോൾ വലിയ വലിയ ബ്രാൻഡ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ കൊക്കോകോല ഒക്കെ എടുക്കുകയാണെങ്കിൽ കൊക്കോകോലൊക്കെ യൂസർ നെയിം റീജിയണൽ ബേസ്ഡ് യൂസർ നെയിം മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കൊക്കോകോലക്ക് മേജർ പേജ് ഉണ്ട്, ഇന്ത്യ പേജിലേക്ക് കൊക്കോകോല ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് റീജിയണൽ ബേസ്ഡ് ആയിട്ട് കമ്പനീസ് യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പം നല്ലോണം കൺഫ്യൂഷനൊന്നും ഇല്ലാത്ത, നല്ലോണം എന്താ പറയുക, സിമ്പിളായിട്ടുള്ള യൂസർ നെയിം എപ്പോഴും നിങ്ങൾ ബ്രാൻഡിനെ ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും അടുത്ത് നിൽക്കുന്ന യൂസർ നെയിം എപ്പോഴും ചൂസ് ചെയ്യാൻ നോക്കാം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് നിങ്ങൾ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക എന്നുള്ളത്. നിങ്ങളെ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് പ്രോപ്പറായിട്ട് അവിടെ കൊടുക്കുക. ലൊക്കേഷൻസ് അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ് അവേഴ്സ്, എപ്പോഴൊക്കെയാണ് നിങ്ങളുടെ ബിസിനസ് ഓപ്പൺ ആവുന്നത്, എപ്പോഴൊക്കെ ദേ ക്യാൻ കം ടു, ഇപ്പോൾ ബ്രിക്ക് ആൻഡ് വാട്ടർ ആണെങ്കിൽ എപ്പോഴൊക്കെ ദേ ക്യാൻ കം ടു, ദേ ക്യാൻ കോൺടാക്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബിസിനസ് അവേഴ്സ് അവിടെ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. മൊബൈൽ ഫോൺ നമ്പറും വാട്സപ്പ് നമ്പറും അവിടെ അപ്ഡേറ്റ് ചെയ്യുക. ഒരു ഫുള്ളി ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള പേജാണ് എപ്പോഴും ക്രെഡിബിലിറ്റിക്ക് ഹെൽപ്ഫുൾ ആവുക. സോ ദാറ്റ് നിങ്ങൾ മൊബൈൽ നമ്പറും വാട്സപ്പ് കോൺടാക്റ്റും അവിടെ അപ്ഡേറ്റ് ചെയ്യാം. ഒരു 10 ആൾക്കാരെ ഇനീഷ്യലി ഇൻവൈറ്റ് ചെയ്യാം. ഫേസ്ബുക്കിൽ ഒരിക്കലും ഡെയിലി 50 ആൾക്കാരിൽ കൂടുതൽ ഇൻവൈറ്റ് ചെയ്യാൻ ഫേസ്ബുക്ക് സമ്മതിക്കുന്നില്ല. ചിലപ്പം നിങ്ങളുടെ പേജ് ബ്ലോക്ക് ആവാനും ചാൻസസ് ഉണ്ട്. സോ 10 ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ അനൗൺസ് ചെയ്യുക നമ്മൾ പുതിയ പേജ് തുടങ്ങി എന്നുള്ളത്. സോ ദീസ് ആർ ദ ആക്ടിവിറ്റീസ് for you to create a well or a good healthy Facebook page.